മോതിരം ധരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. മോതിരം ധരിക്കേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകതകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. മോതിരത്തിൽ ധരിക്കപ്പെടുന്ന കല്ലുകൾക്ക് അത്ഭുതകരമായ ഫലങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സാണിത്. ഏതാണ് എങ്ങനെയാണെന്നറിയാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത് ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മോതിരവുമായി ബന്ധപ്പെട്ട, മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയായി 2ാം ഭാഗമായി ഇന്ന് മോതിരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. മോതിരക്കല്ലിൻ്റെ പഠനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ആമുഖങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. മോതിരം ധരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. സ്ത്രീകൾ എവിടെയാണ് ധരിക്കേണ്ടത്, സ്ത്രീകൾക്ക് എങ്ങനെയാണ് ധരിക്കേണ്ടത്, സ്ത്രീകൾക്ക് പറ്റിയ മോതിരക്കല്ലുകൾ ഏതൊക്കെയാണ്, അതേപോലെ പുരുഷന്മാർ ധരിക്കേണ്ടത്, പുരുഷന്മാർക്ക് യോജിച്ച മോതിരക്കല്ലുകൾ ഏതൊക്കെയാണ്, ഏത് വിരലിലാണ് ധരിക്കേണ്ടത്, വെള്ളിയാണോ സ്വർണ്ണമാണോ ധരിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ ധാരാളം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സ്വർണവും ധരിക്കാം, വെള്ളിയും ധരിക്കാം. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്കാവാം, ബുലൂഗാകാത്ത ആൺകുട്ടികളുണ്ടെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിലും അവർക്ക് സ്വർണവും ധരിക്കാം, വെള്ളിയും ധരിക്കാം. എന്നാൽ മുതിർന്ന ആണുങ്ങൾക്ക് സ്വർണം പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു സഹാബിയുടെ കയ്യിൽ സ്വർണ്ണ മോതിരം കണ്ടപ്പോൾ അത് ഊരിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിച്ചെറിയുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, സ്വർണം ധരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കയ്യിൽ തീയിനാലുള്ളൊരു കെട്ട് നൽകുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാം, വെള്ളിയും ധരിക്കാം. പുരുഷന്മാർക്ക് വെള്ളി മാത്രമാണ് ധരിക്കാൻ പറ്റുക. ബുലൂഗാകാത്ത ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സ്വർണവും ധരിക്കാം, വെള്ളിയും ധരിക്കാം. എന്നാൽ പല ആളുകളും സ്വർണവും വെള്ളിയും അല്ലാത്ത ചില മോതിരങ്ങൾ ധരിക്കാറുണ്ട്. ഉദാഹരണം ഇരുമ്പിൻ്റെ മോതിരം അത്ര നല്ലതല്ല എന്നാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നത്. ഇരുമ്പിൻ്റെ മോതിരം ധരിച്ച കൈകളൊന്നും ശുദ്ധിയായിട്ടില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇരുമ്പിൻ്റെ മോതിരം ധരിച്ചൊരു മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞത്, അവൻ്റെ കൈ പിടിച്ച് പറഞ്ഞത്, അവൻ്റെ മോതിരം നോക്കിയിട്ട് പറഞ്ഞത്, നിന്നെ എന്താ ഒരു ബിംബത്തിൻ്റെ മണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് അങ്ങനെ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏറ്റവും നല്ലത് വെള്ളിയുടെ മോതിരമാണ്. ഇരുമ്പിൻ്റെ മോതിരം നമ്മൾ ഒഴിവാക്കലാണ് നല്ലത്. സ്വർണത്തിൻ്റെ മോതിരം സ്ത്രീകൾക്കാവാം, പുരുഷന്മാർക്ക് ഹറാമാണ്, ഒരിക്കലും പാടില്ല എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. ഈ മോതിരം നമ്മൾ ധരിക്കേണ്ടത് ഏത് വിരലിലാണ്, ഏത് കയ്യിലാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മോതിരം ധരിക്കൽ സുന്നത്താണ്. ബൽ യുസന്നു ഫീ ഖിൻസിരി യമീനിഹി ഔ യസാരിഹി എന്നല്ല, മോതിരം ധരിക്കൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, അത് വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുവിരലിലാകൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ വിശദീകരിക്കുകയാണ്, നമ്മുടെ ഉലമാക്കൾ പരിചയപ്പെടുത്തുകയാണ്. വലത് കൈയിൻ്റെ ചെറിയ വിരലിലുമാകാം, ഇടത് കൈയിൻ്റെ ചെറിയ വിരലിലുമാകാം. ഏറ്റവും നല്ലത് വലത് കൈയിൻ്റെ ചെറുവിരലിലാണ് എന്നതാണ് നമ്മുടെ ഉലമാക്കളുടെ അഭിപ്രായം. മറ്റു വിരലുകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ധരിക്കാൻ പാടുണ്ടോ, ധരിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ചില വിരലുകളിൽ മോതിരം ധരിച്ചാൽ ഗുണമുണ്ടാകും എന്ന് വിശദീകരിച്ച ഉലമാക്കളുമുണ്ട്. ശാരീരിക ബന്ധത്തിൽ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച മോതിരക്കല്ലുകളുണ്ട്, അത് ധരിക്കേണ്ടുന്ന വിരലുകളുണ്ട്, അത് ധരിക്കേണ്ടുന്ന സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർച്ചയായ ക്ലാസ്സുകളാണല്ലോ, നമുക്ക് പലതും സംസാരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും നല്ലത് വലത് കൈയിൻ്റെ ചെറുവിരലിൽ മോതിരം ധരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ ധരിക്കുന്ന മോതിരക്കല്ലുകൾ, നമ്മൾ ധരിക്കുന്ന മോതിരങ്ങൾ, ആ മോതിരങ്ങളിൽ നാം അണിയുന്ന കല്ലുകൾ, ആ കല്ലുകൾക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഫല്ലല്ലാഹു ബഅദുഹും അലാ ബഅദ്, ചിലതിനേക്കാൾ അള്ളാഹു മഹത്വം നൽകി എന്നുള്ളത്. അത് എല്ലാ വിഷയത്തിലും ഉണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയേക്കാൾ അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ടാകും. പ്രവാചകന്മാർക്ക് മറ്റുള്ള സാധാരണക്കാരായ മനുഷ്യരെക്കാൾ അള്ളാഹു മഹത്വം നൽകിയില്ലേ? എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ മാസവും ഒരുപോലെയല്ല. ചില മാസങ്ങൾക്ക് ചില മാസങ്ങളേക്കാൾ പ്രത്യേകതയുണ്ട്. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. സാധാരണ സ്ഥലങ്ങളേക്കാൾ മക്കൾക്ക് അതുപോലെ മറ്റു ഹറമുകൾക്ക് പ്രത്യേകതയുണ്ട്. എന്നതുപോലെ കല്ലുകളിലും ആ ഒരു വ്യത്യാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എല്ലാ കല്ലും ഒരുപോലെയല്ല. ഹജറുൽ അസ്വദ് മഹത്വമുള്ള കല്ലാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കല്ലുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് വീഴുന്ന കല്ലുകൾ. ഖുർആൻ പറയുകയാണ്, സുമ്മ ഖസത്ത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വ ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാഅ് വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിരിൻ അമ്മാ തഅമലൂൻ. സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ആയത്താണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ധാരാളം വ്യത്യാസങ്ങൾ കല്ലുകളുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. കല്ലുകളുടെ കൂട്ടത്തിൽ തന്നെ മോതിരക്കല്ലുകൾക്ക് മറ്റുള്ള കല്ലുകളേക്കാൾ പ്രത്യേകതയുണ്ട്. മോതിരക്കല്ലുകളിൽ തന്നെ രത്നക്കല്ലുകളിൽ തന്നെ ചില കല്ലുകൾക്ക് ചില കല്ലുകളേക്കാൾ പ്രത്യേകതയുണ്ട്. വളരെയധികം പ്രത്യേകതകളുള്ള, വളരെയധികം മഹത്വങ്ങളുള്ള കല്ലുകളാണ് ഫൈറൂസ് എന്ന് പറയുന്ന കല്ല്, യാക്കൂത്ത് എന്ന് പറയുന്ന കല്ല്, അഖീഖ് എന്ന് പറയുന്ന കല്ല്. അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലുകളെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഓരോ കല്ലിൻ്റെയും മഹത്വങ്ങൾ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കത് പ്രതീക്ഷിക്കാം. ഈ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയോ? കല്ലുകൾ ഉണ്ടാകുന്നത് പല രൂപത്തിലാണ്. ഭൂമിയിൽ നിന്ന് പൊട്ടിവരുന്ന, ഭൂമിയുടെ ഉള്ളിലുള്ള നീരാവി, അതുപോലെ ആവി ഒക്കെ ഉറച്ച് കല്ലായി മാറുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ സസ്യങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് അത് ഒരു ഭാഗത്ത് കൂട്ടം കൂടി നിന്ന് കല്ലായി മാറുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ചില ജീവികൾ വിസർജിച്ച് ആ വിസർജ്യം കല്ലായി മാറുന്നു എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന കല്ലുകളുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലാണല്ലോ ഹജറുൽ അസ്വദ് എന്നുള്ള കല്ല്. അതുപോലെ കല്ലായി മാറുന്ന പല വസ്തുക്കളുണ്ട്. ജിന്നുകൾ വരെ കല്ലായി മാറിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ പല രൂപത്തിലും കല്ലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കല്ലുകളിൽ നിന്ന് നാച്ചുറലായിട്ട് എടുക്കുന്നതുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് എടുക്കുന്നതുണ്ട്. രത്നക്കല്ലുകൾ രണ്ട് രൂപത്തിലെടുക്കും. ഒന്ന് നാച്ചുറൽ കല്ലുകൾ, അത് വെട്ടിമുറിച്ച് അത് പോളിഷ് ചെയ്തുകൊണ്ട് നമ്മിലേക്ക് എത്തുന്നു. ഒന്നാമത്തെ രീതി അതാണെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടും രത്നക്കല്ലുകൾ രൂപപ്പെടുന്നു. പല കല്ലുകളുടെയും അംശങ്ങൾ ചേർത്ത് വെച്ച് അതിൻ്റെ കൂടെ പല രാസവസ്തുക്കളും ചേർത്ത് വെച്ച് കല്ലുകൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനവും രത്നക്കല്ലിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ കല്ലുകളെ കുറിച്ച് പഠനം നടത്തിയ ഗവേഷകരിൽ ഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രകാശങ്ങൾ നമുക്ക് ഗുണം ചെയ്യുമല്ലോ. സൂര്യപ്രകാശത്തിൽ വിറ്റാമിൻസ് ഉണ്ട് എന്ന് പറയപ്പെടാറുണ്ടല്ലോ. എന്നതുപോലെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശം ഈ രത്നക്കല്ലുകളിലേക്ക് എത്തിയിട്ട് ഈ രത്നക്കല്ലിൽ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷൻ വഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മുമ്പൊക്കെ രാജാക്കന്മാരാണ് ഇങ്ങനെയുള്ള കല്ലുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് സാധാരണക്കാരായ ആളുകളും ഈ കല്ലുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ ഗുരുക്കന്മാരിലൂടെ, പണ്ഡിതന്മാരിലൂടെ, ഉസ്താദുമാരിലൂടെ പാരമ്പര്യമായിട്ടാണ് ഈ ഒരു രത്നക്കല്ലിൻ്റെ ഇൽമുകൾ നമുക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് രത്നക്കല്ലുകളെ കുറിച്ചുള്ള കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ വരെ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. മുദ്രക്കല്ലുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചില വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് വിശദമായി കല്ലുകളെ കുറിച്ച് പറയാനുണ്ട്. ഫൈറൂസ് ധരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, അതുപോലെ അക്കീക്ക് ധരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, അതുപോലെ യാക്കൂത്ത് ധരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, മർജാൻ പവിഴം ധരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, അക്കിക്കല്ല് ധരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, നാഗപ്പച്ച ധരിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ, അതുപോലെ ഫൈറൂസിന് തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള സുലൈമാനി ഫൈറൂസ്, ഹുസൈനി ഫൈറൂസ്, പച്ച ഫൈറൂസ്, ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം കല്ലുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ പാർട്ടിൽ, ഇത് രണ്ടാമത്തെ പാർട്ടാണ്, മോതിരക്കല്ലുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഓരോ കല്ലുകളെ കുറിച്ച് പരാമർശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മോതിരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും മോതിരക്കല്ലിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അതിൻ്റെ അമലുകൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൊണ്ട് ധരിക്കാനും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.